പൊസിഷൻ മാറുമ്പോഴും സ്റ്റാൻഡേർഡ് മാറുമ്പോഴും സാമ്പത്തിക ഭദ്രത വരുമ്പോഴും നമ്മളെ കൊണ്ടുവന്ന വഴികളെ നിങ്ങൾ മറക്കരുത്. നമ്മളെ എവിടെ നിന്ന് ഇറക്കി എന്നുള്ളത് നമ്മൾ മറക്കരുത്. ആ നിലയിലേക്ക് നമ്മൾ മടങ്ങി വരുവാണെങ്കിൽ ഈ പ്രോസ്പറിന്റെ അടുത്ത ലെവലിലേക്ക് ദൈവം കയറ്റും. ഇപ്പം നിന്റെ ജീവിതത്തിൽ ഒരു അടവ് സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്നാണെന്നറിയോ? നിന്റെ സ്റ്റാൻഡേർഡ് മാറി, നിന്റെ സാമ്പത്തിക സ്ഥിതി മാറി, നിന്റെ പ്രാർത്ഥനയുടെ രീതി മാറി. കർത്താവിന് വേണ്ടത് പഴയ ബിജു ചെറിയാനെയാ. നീ മുട്ടുമടക്കി അവിടെ അട്ടയെപ്പോലെ ഉരുണ്ട ഒരു സമയമുണ്ടല്ലോ. നീ ആ നിലയിലേക്കൊന്ന് മടങ്ങി വരാമെങ്കിൽ ഇന്നുള്ള ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഞാൻ മാറ്റാം. എനിക്ക് നിന്നിൽ നിന്ന് വേണ്ടത് മറ്റുള്ള വ്യക്തികളുടെ ആരാധനയുടെ രീതിയല്ല. നീ ഏത് നിലപാട് അന്ന് സ്വീകരിച്ചോ അതിലേക്ക് നിനക്ക് മടങ്ങി വരുവാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിന്റെ സ്ഥിതികൾക്ക് ഞാൻ മാറ്റം വരുത്തും. ഇയ്യോബിനെ കുറിച്ച് തുടക്കത്തിൽ പറയുന്നുണ്ട്, അവൻ മാന്യനായിരുന്നുവെന്ന്, അവൻ പ്രാർത്ഥനക്കാരനായിരുന്നുവെന്ന്. തീരുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ഇയ്യോബ് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തിയെങ്കിൽ ഇന്ന് ആത്മനിറവിൽ എന്നോടാണ് ഈ ദൂതെന്ന് കേൾക്കുന്ന ദൈവമക്കൾ പറ, കർത്താവ് എവിടെയൊക്കെയോ മൂല്യച്യുതികൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചോ?